രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റമടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കേട്ടോ എൻ്റെ കണ്ണിലൊരു സംഭവം കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കുണ്ടായത് ഞെട്ടലാണോ സന്തോഷമാണോ എന്തായാലും രണ്ടും കൂടെ ഉള്ളൊരു അവസ്ഥ എന്ന് പറയാം കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് കൂണ് വിരിഞ്ഞ് നിൽക്കണു. രാത്രി കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ ഇടിവെട്ടുമ്പോഴാണ് ഈ കൂണ് വിരിയാന്നാണല്ലോ പറയാറുള്ളത്. അങ്ങനെ ഇടിവെട്ടുന്ന സൗണ്ടൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ രാത്രി നമ്മൾ ഉറക്കത്തിൽ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്നാലും അധികമൊന്നുമില്ല, 6 ആകെ ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇതിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഇതിലുണ്ടായ ഞെട്ടൽ എന്താണെന്നറിയോ? ഇതിപ്പോൾ നമുക്ക് ഇത്തവണ രണ്ടാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. ഏകദേശം ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു കേട്ടോ. അതും ഇതുപോലെ വളരെ കുറച്ചുണ്ടായിരുന്നത്. അതും 2 ദിവസത്തിലായിട്ട് വിരിഞ്ഞതാണ് നമ്മൾ ഒരുമിച്ച് കണ്ടത്. അപ്പം അതിനകത്ത് ഉണ്ടായിരുന്നത് 3-4 എണ്ണം നല്ല ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. ഇത് വിരിഞ്ഞ ആ സമയത്ത് തന്നെ പറിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും തന്നെ അതിനകത്ത് പുഴുവരുന്നൊക്കെയാണല്ലോ പൊതുവെ പറയാറുള്ളത്. അപ്പം അതിനകത്ത് നമുക്ക് കഴിഞ്ഞ മാസം കിട്ടിയതിനകത്ത് 1-2 മാത്രമാണ് നല്ലതുണ്ടായിരുന്നത്. ബാക്കി മൊത്തം ചീഞ്ഞു പോയിരുന്നു. അപ്പോൾ ഇത്തവണ ഇതിപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടപ്പോൾ എനിക്കപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്തായാലും കഴിഞ്ഞ മാസം കിട്ടിയത് കറി ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ 2 വളരെ ചെറിയ 2 മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തവണ ഈ 6 കിട്ടിയത് എന്നുണ്ടെങ്കിലും അതിനെന്തായാലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കടയിൽ നിന്ന് എത്ര തന്നെ മഷ്റൂം വാങ്ങിച്ച് കറി ഉണ്ടാക്കിയാലും ഇതിൻ്റെ ഒരു മണവും ടേസ്റ്റും അതിന് കിട്ടാറില്ലല്ലോ. പിന്നെ ഇത് നമ്മൾ എത്ര തന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തൊരു സംഭവമല്ലേ. കഴിഞ്ഞ മാസം ഇത് കയ്യിൽ കിട്ടിയ 6 കിട്ടിയത് ചീഞ്ഞു പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാരണം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാത്തതുകൊണ്ടാണ് അത് കാണാതിരുന്നത്, ചീഞ്ഞു പോണവരെ നമ്മൾ കാണാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കിട്ടുള്ളൂ എന്നുള്ള മൈൻഡിലേക്കായിരുന്നു ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ രാവിലെ എണീറ്റ് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം എത്രയാണെന്നുള്ളത് പിന്നെ പറയാനുണ്ടോ. ഇനിയൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം വരയ്ക്കും നമുക്കിത് ഇവിടുന്ന് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അല്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ കൊട്ടക്കണക്കിന് കിട്ടാറുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ നമ്മളുള്ള എല്ലാവർക്കും ഒരു നേരത്തിന് മതിയാവോളം കഴിക്കാനുള്ള അത്രയുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ നമ്മൾ ഈ ചിക്കൻ വെക്കുന്ന പോലെ ഇങ്ങനെ വരട്ട ടൈപ്പിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനുള്ള അത്രയൊന്നും ഇല്ല. പിന്നെ എന്തായാലും എല്ലാവർക്കും ആഗ്രഹത്തിന് ഓരോ സ്പൂണെങ്കിലും കഴിക്കാമല്ലോ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കൂണ് പറിച്ചെടുത്ത് കറി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ. അപ്പോൾ അതിനകത്ത് ഈ വൃത്തിയാക്കുന്നത് കാണിച്ചപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഈ മുകളിലുള്ള തോല് ഞാനിപ്പോൾ കാണിച്ചിരുന്നല്ലോ. നമ്മൾ വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ തോല് മാറ്റിയിട്ട് അടിയിലുള്ളത് മാത്രമാണ് എടുക്കാറുള്ളത്. ആ തണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുകളിലുള്ളത് നീക്കി കളയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കളയാറില്ല, മുഴുവനായിട്ട് തന്നെ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്ന് പറയണേ. നമ്മളിത് കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ശീലിച്ച് വന്നിരിക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ തന്നെ വൃത്തിയാക്കി എടുത്തതും മഞ്ഞപ്പൊടി വെള്ളത്തിലാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് 2-3 തവണ ഒന്ന് കഴുകിയെടുത്തു. അതിനകത്ത് മണ്ണൊക്കെ ഉള്ളതെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ലൈറ്റ് ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വീണ്ടും അതിനകത്തൂടെ ഒന്ന് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് അതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് പറിച്ചെടുത്തിട്ട് ഞാൻ അപ്പം തന്നെ അത് വൃത്തിയാക്കി വെച്ചു കേട്ടോ. കാരണം അങ്ങനെ തന്നെ നമ്മൾ പറിച്ചെടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതിനകത്ത് പുഴു വരും എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അതിനെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയത്. കറി ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓരോ സ്പൂണെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ തികയണ്ടേ. അതുകൊണ്ട് വറ്റിച്ചെടുക്കാണ് കേട്ടോ ചെയ്തത്. പകുതി സവാളയും മുളക് പൊടിയും കൂടെ ചേർത്ത് അരച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ 5-6 ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തു. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ മഷ്റൂമിനെയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ മഷ്റൂമിന് നമ്മൾ ഇതിന് വേണ്ട ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം തിളച്ച് വെന്ത് വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയത്. നമ്മൾ ഇതിനിവിടെ പറയാറുള്ളത് വറ്റിച്ചെടുത്തത് എന്നാണ് കേട്ടോ. കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു മണവും രുചി ഉണ്ടല്ലോ. ഈശ്വര, ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ നാടൻ കൂടിന്റെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും കാണും വരേക്കും ബൈ.